നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സർക്കാർ ഗവർണർ തമ്മിലുള്ള പോര് കടുക്കുകയാണ്. SFIയോട് തൊട്ര പാക്കലാം ശൈലിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ വീരവാദം മുഴക്കുന്ന SFI പ്രവർത്തകർ കണ്ടം വഴി ഓടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തനിക്കെതിരെ വന്നവരെ ചങ്കൂറ്റത്തോടെ നേരിട്ട് നേർക്കുനേർ പ്രതിഷേധിക്കാമെന്ന് പറയുന്ന ഗവർണറെ SFIക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം മറുവശത്ത് ഷൂ എറിഞ്ഞു എന്ന പേരിൽ വധശ്രമത്തിനാണ് കേസെടുത്ത് ഉദാഹരണമായി പിണറായി വിജയൻ തന്നെ ഉള്ളത്. എന്നാൽ ഗവർണർ സമരമുഖത്തേക്ക് നേരിട്ട് വന്നത് ഊരിപ്പായുന്ന വാളുകൾക്കിടയിലൂടെ വരുന്ന പലർക്കും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നത് ആക്രമണമാണെന്നും കല്ലെറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സുരക്ഷയിലുണ്ടായത് അതിഗുരുതരമായ വീഴ്ചയാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടു താഴെ Z+ സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെന്നാണ് വിവരം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാട്ടി വാഹനം തടയുകയും ചെയ്ത SFI പ്രവർത്തകർക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. ഗവർണറുടെ യാത്ര തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന IPC 124 നിലനിൽക്കുമോ എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദം നിരസിച്ചുകൊണ്ടാണ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികൾ യദു കൃഷ്ണൻ, ആഷിഖ്, പ്രദീപ്, RG ആഷിഖ്, ദിലീപ്, റയാൻ, റിനോ സ്റ്റീഫൻ, അമൽ, റഫൂർ എന്നിവരും ലോ കോളേജിൽ പരീക്ഷ എഴുതാനായി ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. പരീക്ഷ കഴിഞ്ഞതിനാൽ ഇയാളുടെ ജാമ്യം കോടതി റദ്ദാക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ ആദ്യം ദുർബല വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത്. ഗവർണർ ആവശ്യപ്പെട്ടതോടെയാണ് IPC 124 ചുമത്തിയത്. സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ട്. എന്നാൽ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങിയതോടെ പ്രോസിക്യൂട്ടർ മലക്കമറിയുകയായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ലെന്ന SFI വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ശനിയാഴ്ച കോഴിക്കോട്ടെത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചതെങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റുകയാണ്. ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാട് പിടിച്ച മട്ടാണ് ഉള്ളത്. S+ വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കണം. ഗവർണർക്കെതിരെ നിൽക്കുന്നതാണെങ്കിൽ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും. അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാണ്. വെള്ളിയാഴ്ച ഇന്റലിജൻസ് ADGPയുടെ നേതൃത്വത്തിൽ ഗവർണർക്ക് ഒരുക്കേണ്ട സുരക്ഷ വിലയിരുത്താൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ SFI അതിക്രമത്തിന്റെ ആദ്യം ദുർബല വകുപ്പിടുകയും തുടർന്ന് രാജ്ഭവനിൽ നിന്ന് അതൃപ്തി അറിയിച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരായ ആക്രമണത്തിനുള്ള പ്രത്യേക വകുപ്പ് ചുമത്തുകയുമായിരുന്നു. ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകിയെന്ന ആരോപണവും പോലീസ് സേനയ്ക്ക് നാണക്കേടായിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായാൽ CISF പോലെയുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുമെന്ന സാഹചര്യവും ഉണ്ടാകും. ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം മാത്രം മതി. ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ലെന്ന തരത്തിൽ തെരുവിൽ പ്രതിഷേധമുണ്ടായാൽ ആ വഴി തേടാനുള്ള ആലോചനകളും അണിയറയിൽ നടക്കുന്നുണ്ട്. കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നത് പോലീസിന് നാണക്കേടാണ്. വെള്ളിയാഴ്ച കോഴിക്കോടെത്തുന്ന ഗവർണർ ശനിയാഴ്ച പാണക്കാട്ടെ വിവാഹത്തിൽ പങ്കെടുത്ത് തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. Z+ കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെയുണ്ടാകുന്ന ഒരേ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും LDFന്റെയും രണ്ടു തരം സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത്. നവകേരള യാത്രയ്ക്കു നേരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഷൂ എയറുണ്ടായപ്പോഴാണ് ആ പ്രതിഷേധത്തിന് പോലും കനം വെച്ചത്. UDFിലെ യുവനിരയിലുള്ള പ്രതിഷേധം അവഗണിച്ച് നീങ്ങുക എന്നതായിരുന്നു സർക്കാരിന്റെ സമീപനം. പ്രതിഷേധക്കാരെ കായികമായി നേരിട്ട് ഒതുക്കാനാണ് CPM ശ്രമിച്ചത്. സമരക്കാരെ കൈകാര്യം ചെയ്യാൻ പാർട്ടിക്കാർക്ക് അവസരം നൽകുന്ന സമീപനമാണ് പോലീസും സ്വീകരിച്ചത്. പോലീസിന്റെ നിലപാടിനെ കോടതി തന്നെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർക്ക് നേരെയുള്ള SFI പ്രതിഷേധത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലാകുന്നത്. തനിക്ക് നേരെ ആക്രമണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്നാണ് ഗവർണറുടെ ആരോപണം. പ്രതിഷേധക്കാരെ എത്തിച്ചത്
പോലീസ് വാഹനത്തിലാണെന്നും അദ്ദേഹം പറയുന്നു. ഒരേ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സുരക്ഷാ ക്രമീകരണത്തിൽ രണ്ടു തരം സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് അടുത്തേക്ക് എത്താൻ പോലും ആരെയും പോലീസ് അനുവദിക്കാറില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുള്ള കമാൻഡോകൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡോർ തുറന്നു പിടിച്ച് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ഓടിച്ചു കയറ്റുന്ന രീതിയും ഉണ്ടാകാറുണ്ട്. ഇതേ സുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണറാണ് നടു റോഡിൽ താൻ ആക്രമിക്കപ്പെടുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്.